പ്രവാചകനാണ്. അന്ധകാരത്തിൽ കിടന്ന അറേബ്യയിലെ ജനങ്ങളെ നേരായ മാർഗത്തിൽ പിന്നെ കൊണ്ടുവന്ന ആളാണ് പിന്നെ ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ. അല്ലാതെ ദൈവമല്ല. ദൈവത്തിന് അല്ലെങ്കിൽ തന്നെ ദൈവത്തിന് പടം എടുത്ത് വരയ്ക്കുന്ന നിങ്ങൾ. അപ്പോൾ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ വരയ്ക്കാം, നഗ്നരാക്കി വരയ്ക്കാം. ആര് വരയ്ക്കുന്നു? മുസ്ലിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കളുടെ ദൈവങ്ങളെ നഗ്നരാക്കി വരയ്ക്കുന്ന? അത് അവരുടെ ജോലിയല്ല. വരയ്ക്കുന്നതെല്ലാം നിങ്ങൾ തന്നെയാണ്, ഹിന്ദുക്കൾ തന്നെയാണ്. ഹിന്ദുക്കളുടെ ദൈവങ്ങളെ പിന്നെ എവിടെയൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകമായ അവിടെയും ഇവിടെയൊക്കെ പൊക്കി വെച്ചൊക്കെ നിങ്ങൾ പടം വരയ്ക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മുസ്ലിം ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു ഹിന്ദുവിന്റെ പടം വരച്ചിട്ടുണ്ടോ പിന്നെ നഗ്നയാക്കിയിട്ട്? അതെങ്ങനെ നഗ്നയാക്കി വരയ്ക്കുക? അല്ലെങ്കിൽ തന്നെ ദൈവം എങ്ങനെയാ സ്ത്രീയാവും? ദൈവം എങ്ങനെ പുരുഷനാവും? ദൈവത്തിനെ കണ്ടത് ആര്? അപ്പൊ പറയുന്ന കള്ളത്തരത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പ്രത്യേകമായ രൂപവും ഭാവവും ഇല്ല. ദൈവത്തിന് പ്രത്യേകമായ രൂപമോ ഭാവമോ ഇല്ല. ദൈവത്തിനെ കണ്ടവരാരുമില്ല. ഏത് രൂപത്തിൽ കണ്ടു? കണ്ടിട്ടില്ല. അപ്പൊ നബി എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ കാലത്ത് ഫോട്ടോ ഇല്ല. പ്രത്യേകിച്ച് അത് നബി, അതായത് മുഹമ്മദ് നബിക്ക് മുമ്പ് വന്ന ജീസസ്, ഈസാ നബിയുടെ കാലത്തും ഫോട്ടോ ഇല്ല. അവര് ഒരു പടം വരച്ചു വെക്കുന്നു, അതിനെ ആരാധിക്കുന്നു. അല്ലെ യേശു ക്രിസ്തുവാണെന്ന് പറയുന്നത്. അതേസമയം മുഹമ്മദ് നബി ആരും കണ്ടിട്ടില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ 200 വർഷം 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആരെങ്കിലും മുഹമ്മദ് നബിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ പടം വരയ്ക്കും? അപ്പോൾ പടത്തിലല്ലല്ലോ വിശ്വാസം. നമ്മൾ വിശ്വസിക്കുന്നത്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പറയുന്നത് പടത്തിലല്ല. മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു, ജനങ്ങളെ നേർമാർഗത്തിൽ പിന്നെ നയിക്കാൻ വേണ്ടി വന്ന ആളാണ്. അത് മനുഷ്യകുലത്തിൽ ജനിച്ച ആള് തന്നെയാണ്. മനുഷ്യന്മാരെയാണ് നബിമാർ, അതായത് പ്രവാചകന്മാരായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും വന്നിട്ടുണ്ട്. ഈ ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒക്കെ ആരാണ്? അവരൊക്കെ പ്രവാചകന്മാരാണ്. നിങ്ങൾ ദൈവം എന്ന് പറയുന്നെങ്കിലും അവരെല്ലാം പ്രവാചകന്മാരാണ്. ലോകത്തിൽ അതായത് നേതാക്കന്മാരായി വന്ന് ജനങ്ങളെ നേർമാർഗത്തിൽ പിന്നെ നയിച്ചവരാരോ അവരെല്ലാം പ്രവാചകന്മാരാണ്. ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരുപാട് ദൈവങ്ങളൊന്നുമില്ല. ദൈവം ഒന്നേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് ഹിന്ദു ദൈവം, മുസ്ലിം ദൈവം, ക്രിസ്ത്യൻ ദൈവം, പിന്നെ യഹൂദ ദൈവം അങ്ങനെയൊന്നുമില്ല. ദൈവം ഒറ്റയെണ്ണോ, ഒരെണ്ണേ ഉള്ളൂ. ഈ ഭൂമിയും ആകാശവും അതിൽ കാണുന്ന ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാം മനുഷ്യരെയും മൃഗങ്ങളെയും സസ്യജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതും നമുക്ക് വായു ഫ്രീ ആയിട്ട് തരുന്നതും വെള്ളം ഫ്രീ ആയിട്ട് തരുന്നതും എല്ലാം ഉണ്ടാക്കി ഈ മനുഷ്യകുലത്തിനും മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും എല്ലാം ജീവിക്കാൻ ആവശ്യമായ, നിലനിൽക്കാൻ ആവശ്യമായ എല്ലാം തരുന്നത് ആരാണ്? അതിനെ സൃഷ്ടിച്ചത് ആരാണ്? അതാണ് ദൈവം. അല്ല ദൈവം കല്യാണം കഴിക്കില്ല, ദൈവം പിന്നെ മക്കളെ ഉണ്ടാക്കില്ല, ദൈവം മരിക്കില്ല. അതാണ് മനസ്സിലാക്കാനുള്ളത്. പിന്നെ നിങ്ങളിപ്പോ അമ്മ എന്ന് പറയുന്നത്, ഭൂമി അമ്മയാണെന്ന് പറയും. നദി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു RSS പറയുന്നത് നദി അമ്മയാണ്. പിന്നെ പശു അമ്മയാണെന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം അമ്മയാര്? അപ്പൊ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ബുദ്ധി ഇല്ലാതായ മനുഷ്യന്മാർക്ക്, ബുദ്ധി ഇല്ലാതായ എന്തും പറയും. മനുഷ്യന് ബുദ്ധി എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി അനുസരിച്ച് എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ ആളുകൾ വരുന്നത്? എന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് ഇപ്പോഴും നിയമം അതായത് ഇന്നുള്ള നിലവിലുള്ളതിൽ ഏറ്റവും നല്ലത് വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ള മതം ഇസ്ലാം മതമാണ്. ചിന്തിക്കണം. ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ടെന്നാണ്. എങ്ങനെ ഈ ഭൂമി ഉണ്ടായി, എങ്ങനെ ആകാശമുണ്ടായി, എങ്ങനെ ഈ കടലും കരയും പിന്നെ ഈ നദികളും എല്ലാം ഉണ്ടായി, ഇതിനെയൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, സൂര്യൻ എങ്ങനെ ഉണ്ടായി, ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി, ഭൂമി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ എങ്ങനെ ഉണ്ടായി, ഇതിനെയൊക്കെ നിലനിർത്തിയിരിക്കുന്ന സൂര്യനും ചന്ദ്രനും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഭൂമിയും കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇതിനെയൊക്കെ ആരാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? പറയാൻ കഴിയൂ? അതായത് ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് സൂര്യഭഗവാൻ ഭൂമി ദേവിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തി കുട്ടിയുണ്ടായി എന്ന് പറയുന്നവരാണ്. പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞിരുന്നു. നിഷേധിക്കാനൊക്കെ നിങ്ങൾക്ക്. അപ്പൊ സൂര്യൻ ഭഗവാനാണ്, ഭൂമി ദേവി സ്ത്രീയാണ്, അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു. ഇതൊക്കെയെന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യൻ വിശ്വസിക്കും ആധുനിക ലോകത്ത്. അത് മാത്രം ഇപ്പൊ പറയുന്നില്ലേ, രാവണന്റെ ശ്രീരാമൻ പ്ലെയിനിൽ പോയിട്ടുണ്ട്, ആ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിൽ 5000 വർഷം 6000 വർഷം 10000 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചികഞ്ഞു എടുക്കുന്നത്. അതായത് പിന്നെ ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ 1000 വർഷം അല്ലെങ്കിൽ 850 900 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബാബരി മസ്ജിദിന് പിന്നെ ഇവരെന്താണ് പറയുന്നത്, അവിടെയാണ് ശ്രീരാമൻ ജനിച്ചതെന്ന് പറഞ്ഞ് കുഴിച്ചു കൊണ്ടിയെടുത്തില്ലേ? അപ്പൊ ഈ പ്ലെയിനിനെ എന്ത് തോണ്ടിയെടുക്കാത്തത്? പ്ലെയിനിന്റെ പിന്നെ ഇത് എഞ്ചിൻ ആരാണ് ഉണ്ടാക്കിയത്? അത് എയർപോർട്ട് എവിടെയായിരുന്നു?
ആരാണ് അത് ഓടിച്ചത്? അതിന്നൊരു പൊട്ടൻ ഗോപാലകൃഷ്ണൻ പറയുന്നതായിട്ട് അവർക്ക് കഴിക്കാനുള്ള ആഹാരം, അവർക്ക് കഴിക്കാനുള്ള ഡ്രസ്സ്, അതല്ലല്ലോ പറയാനുള്ളത്. ജനങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ എവിടെ ഉണ്ടാക്കി, അതിന്റെ എഞ്ചിൻ ആരാണ് പിന്നെ ഡിസൈൻ ചെയ്തത്, പ്ലെയിനിന്റെ രൂപം എങ്ങനെയായിരുന്നു, അത് എവിടെ നിന്നാണ് പൊങ്ങിയത്, എങ്ങനെ പൊങ്ങി, എങ്ങനെ താഴ്ന്നത്, എങ്ങനെയാണ് അത് ഇടിച്ചിറക്കുന്നത്, അപ്പൊ അതിന് ടയർ ആരുണ്ടാക്കി. ഇതൊക്കെ പൊട്ടന്മാരടുത്ത് പറഞ്ഞാലേ നടക്കുള്ളൂ. അതായത് പൊട്ടന്മാരാക്കുക മനുഷ്യരെ, അല്ലാതെ വേറൊന്നുമല്ല. മനുഷ്യരല്ലാതാക്കുക, അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇന്ത്യ മതേതര രാജ്യമല്ല, ഇന്ത്യ ഹിന്ദു രാജ്യമല്ല, ഇന്ത്യ മുസ്ലിം രാജ്യമാണ്. ആ മുസ്ലിം രാജ്യത്ത് ഒരു മന്ത്രിയില്ല, ഒരു മുസ്ലിം മന്ത്രി ആ രാജ്യത്തില്ല. എന്നിട്ട് പറയാണ് മുസ്ലിം മന്ത്രി. മുസ്ലിങ്ങൾ എന്താണ് നേടിയിട്ടില്ല? ഒന്നും നേടിയിട്ടില്ല. അനർഹമായതൊന്നും മുസ്ലിം നേടേയില്ല, അതിന് ശ്രമിക്കുകയില്ല. പിന്നെ ഇവിടെയുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് പറയുന്ന ലോകത്തിന്റെ പല ഭാഗത്ത് പോയി അധ്വാനിച്ച് കൊണ്ടുവന്ന് പണം കൊണ്ടുവന്ന് അവരെ മക്കളെ നല്ല വിദ്യാഭ്യാസം ഇന്ത്യയിലും പഠിപ്പിക്കുന്നുണ്ട്, പുറത്തും പഠിപ്പിക്കുന്നുണ്ട്. അവർ പിന്നെ പുറത്തു പോയി കച്ചവടം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഈ മടിയന്മാരായ ഈ RSS സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ കുഴപ്പമുണ്ടാക്കാം, ഇവിടെ എങ്ങനെ അക്രമം ഉണ്ടാക്കാം, ഇവിടെ എങ്ങനെ ഈ നാടിനെ നശിപ്പിക്കാം, എങ്ങനെ ഇവിടെ പിച്ച് ചീന്താം, എങ്ങനെ ഇവിടെ നശിപ്പിക്കാം, എങ്ങനെ നമുക്ക് ആളുകളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഈ നാട് കലാപ കലുഷിതമാക്കാനൊക്കും, അതിനെപ്പറ്റിയാണ് യുവമാർക്ക് ചിന്തിക്കുന്നത്. അതായത് നിങ്ങളൊന്നും മനുഷ്യകുലത്തിൽ പിറന്നവരല്ല. ഈ ഇത്രയും പച്ചയ്ക്ക് വർഗീയ പറയുന്നത് കർണാടകയിലാണെങ്കിൽ ഇതിനെല്ലാം അറസ്റ്റ് ചെയ്താത്തിടും. കാര്യം നിയമം അവിടെ ഉണ്ടാക്കി. വിദ്വേഷവും വെറുപ്പും പുലർത്തുന്ന കള്ളവും പറഞ്ഞ് മതവിദ്വേഷം ഉണ്ടാക്കുന്നവർക്ക് 10 വർഷം വരെ തടവ് തരും. ആ ഒരു നിയമം കേരളത്തിലും കൂടെ ഉണ്ടായ ഈ സംഘിക്കൂട്ടങ്ങളും ഈ ചാനലുകളെല്ലാം പൂട്ടും, ഇവനെല്ലാം അകത്തു പോകും. അതാണ് വേണ്ടത്. ഞാൻ കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്, കർണാടക സർക്കാർ ഉണ്ടാക്കിയ അതേ നിയമം കേരളത്തിൽ ഉണ്ടാക്കണം. ഇതാ ഇപ്പൊ തെലങ്കാനയിലും അവരുണ്ടാക്കാൻ പോയിട്ട് അതേ നിയമം. എങ്കിലേ ഇവിടെ നാട് നന്നാവുള്ളൂ. കാരണം നാട് നന്നാവണമെന്നും ജനങ്ങൾ സ്വൈര്യമായിട്ട് ഇവിടെ ജീവിക്കണമെന്നും സൗഹൃദത്തിലും സന്തോഷത്തിലും സഹകരിച്ച് ജീവിക്കണമെന്നും ഈ സംഘികൾക്ക് ആഗ്രഹമില്ല. ഈ നാടിനെ എങ്ങനെ ഒറ്റുകൊടുക്കുന്നവര് നിങ്ങൾ നോക്കും. പാകിസ്ഥാൻ ഒറ്റുകൊടുക്കുന്നവര്, ചൈനയ്ക്ക് ഒറ്റുകൊടുക്കുന്നവര്, യഹൂദന്മാർക്ക് ഒറ്റുകൊടുക്കുന്നവര്, അമേരിക്കയ്ക്ക് ഒറ്റുകൊടുക്കുന്നത്, ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്നവരെല്ലാം സംഘപരിവാർ ബന്ധമുള്ളവരാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ പറയാനൊക്കും? ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിക്കാനൊക്കും? ഇതാ നിങ്ങളുടെ അറിയാമല്ലോ. പിന്നെ നമ്മുടെ ജയശങ്കർ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന്, 85% പേരും സംഘപരിവാറാണ്, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവര്. അപ്പോൾ രാജ്യത്തെ ഒറ്റുകൊടുത്ത് എങ്ങനെ വഞ്ചനയും ചതിയും കാണിച്ച് മനുഷ്യരെ ഏതെല്ലാം രീതിയിൽ തമ്മിലടുപ്പിക്കാനൊക്കും, അങ്ങനെ തമ്മിലടുപ്പിച്ച് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ സംഘപരിവാർ കൂട്ടങ്ങൾ. അവര് രാജ്യദ്രോഹികളാണ്. അവര് യാതൊരു കാരണവശാലും രാജ്യസ്നേഹികളല്ല. ഞാനൊരു മതവിശ്വാസിയാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. എൻ്റെ വിശ്വാസം എനിക്ക് അതനുസരിച്ച് എനിക്ക് ജീവിക്കാം. ഹിന്ദു ആവട്ടെ അവൻ അവന്റെ മതം അനുസരിച്ച് ജീവിക്കട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ അവൻ അവനവന്റെ മതം അനുസരിച്ച് ജീവിക്കട്ടെ, ഒരു പ്രശ്നമില്ല. ആർക്കും ഒരു ദോഷമില്ല. നമ്മൾ എത്രയോ നൂറ്റാണ്ടുകളാണ് ഇവിടെ ജീവിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുസ്ലിങ്ങൾ എവിടെയെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടില്ല? മലപ്പുറത്ത് എന്തിന് സംവരണം കൊടുക്കുന്നത്? ഈ ഇന്ത്യ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് എന്തിന് പിന്നെ സംവരണം കൊടുക്കുന്നു? പാവപ്പെട്ട മുസ്ലിങ്ങൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ട്. മലപ്പുറത്ത് പോകുമ്പോൾ കുറച്ച് കാശുകാരെ നിങ്ങളെ കാണുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോണവർ, സൈക്കിളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവർ, സ്കൂട്ടറിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നവർ, ചായക്കടയിൽ ചായ പിന്നെ പാത്രം കഴുകുന്നവർ എല്ലാം മുസ്ലിങ്ങളല്ലേ? മലപ്പുറത്ത് അവരെല്ലാം വലിയ കോടീശ്വരന്മാരാ. എങ്കിൽ ഈ കച്ചവട പണിക്ക് പോകും. തെങ്ങി കയറുന്നവരും പിന്നെ കമുകിൽ കയറുന്നവരും ഒക്കെ ആരാണ് അവിടെ? അവരൊക്കെ മുസ്ലിങ്ങളല്ലേ? അപ്പൊ അവര് വലിയ കോടീശ്വരന്മാരാ. കോടീശ്വരന്മാർ എല്ലാ സമുദായത്തിലും ഉണ്ടല്ലോ, എല്ലാ സമുദായത്തിലും ഉണ്ട്. അത് മനസ്സിലാക്കുക. അതല്ലാതെ മുസ്ലിങ്ങളെല്ലാം കോടീശ്വരന്മാരായി എന്നുള്ളതല്ല. ഒരു കുറെ പേര് കോടീശ്വരന്മാരായി, അതിനൊന്നും നല്ലതല്ലേ? അധ്വാനിച്ച് പൈസ ഉണ്ടാക്കട്ടെ. യൂസുഫ് അലി എന്ന് പറയുന്ന കോടീശ്വരനായി. അദ്ദേഹം ഒന്നുമല്ലായിരുന്നു, ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി. എത്രയോ പേര് ഗൾഫിൽ പോയി യൂസുഫ് അലിയെ പോലെ ഒത്തില്ല. അതുപോലെ തന്നെ എത്രയോ പിന്നെ ലീല ഹോട്ടൽ ഉടമ ഹിന്ദു അല്ലേ, അയാൾ പോയി കോടീശ്വരനായില്ലേ? പിന്നെ ഷെട്ടി ഗൾഫിലല്ലേ പോയത്, മുസ്ലിങ്ങളെ പൈസ അല്ലേ ഉണ്ടാക്കിയിട്ട് വന്നത്. എന്നിട്ട് അവസാനം ആവരെ മുക്കി തിരിച്ചു വന്നില്ലേ മോഡിയുടെ കൂട്ടുകാരനായതുകൊണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും പൈസക്കാരനാകല, അതിൽ അസൂയ കൊണ്ടിട്ട് കാര്യമില്ല. നമ്മൾ അധ്വാനിക്കണം. ക്രിസ്ത്യാനികളായിരുന്നാലും അതെ തന്നെ. അവര് പുറത്തെ രാജ്യങ്ങളിൽ പോയി, അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ നഴ്സായിട്ട് പോയി, ഗൾഫിലും പോയി,
എത്രയോ പേര് ഞാൻ സൗദി അറേബ്യയിലാണ്, ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അധ്വാനിച്ച് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അവർ നാട്ടിൽ കൊണ്ടുപോകുന്നു. നിങ്ങളെ നാട്ടിൽ കിടക്കുന്നവന്മാർക്കാണ് ഈ മനസ്സ്